നിങ്ങൾ ഫ്രോസൺ പൊറോട്ട വെച്ചിട്ട് ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരു സൂപ്പർ റെസിപ്പി ഉണ്ടോ? നമുക്കൊന്ന് ട്രൈ നോക്കിയാലോ? ലെറ്റ്സ് ഗോ. ഞാനിവിടെ 3 ചിക്കൻ ബ്രസ്റ്റ് ചെറിയ സ്ട്രിപ്സ് ആയിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ ടെൻഡന്റും അതുപോലെ മുറിച്ചുകളായി മറക്കരുത് കേട്ടോ, അല്ലെങ്കിൽ ചൂയായിട്ടിരിക്കും. ഇനി ബ്ലെൻഡറിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ മല്ലി, 6 വെളുത്തുള്ളിയുടെ അല്ലി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം, 1 ടീസ്പൂൺ മുളക് പൊടി, 2-3 ടേബിൾ സ്പൂൺ വിനീഗർ, 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് നമുക്ക് നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ആ അരച്ച പേസ്റ്റ് ചിക്കനിലേക്ക് ഇട്ട് നമുക്ക് നല്ലോണം മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആ ചിക്കൻ ഓരോന്നോരോന്നായിട്ട് ഇട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞ സവാളയും ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം നല്ലോണം ഇളക്കി 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. നമുക്ക് ലിഡൊക്കെ ഒന്ന് മാറ്റി ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവേ, അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് തുറന്ന് വെച്ച് വറ്റിച്ചു കൊടുക്കാം. അപ്പൊ അത്രേ ഉള്ളൂ. ഇനി നമ്മുടെ ഫ്രോസൺ പൊറോട്ട ഒരുപാട് ഡിഫ്രോസ്റ്റ് ആവണ്ട, ചിക്കന്റെ ചൂടിൽ നിന്ന് തന്നെ അത് ഡിഫ്രോസ്റ്റ് ആയിക്കോളും. പിന്നെ ഇതിന്റെ മേളിലേക്ക് കുറച്ച് മോസറല്ല ചീസ് ഇട്ട് ആ സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചിട്ട് നമുക്ക് ഡീപ് ഫ്രൈ ചെയ്യാനുള്ള പരിപാടി നോക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ ഇത് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഏകദേശം ഒരു 3-3.5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നല്ല ഗോൾഡൻ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ സംഭവം. ഇനി ഇത് തുറക്കുക, കഴിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. ഓ എന്റെ മോനെ, പൊളി ആയിട്ട് വരുന്ന കേട്ടോ. ഞാനിത് യൂട്യൂബിൽ കണ്ട ഒരു ഐറ്റം ഉണ്ടോ, പക്ഷെ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു കിടില റെസിപ്പിയാണ് കേട്ടോ. അടിപൊളി. ഇത് കഴിച്ചോണ്ടിരിക്കും കേട്ടോ. ഇത് മാറ്റി വെച്ചേക്കാം. അപ്പൊ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമന്റിൽ ഇട്ടോ. അപ്പൊ പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ശരി.